വെള്ളിത്തിരയിലൂടെ രാഷ്ട്രീയത്തിലെത്തി പിന്നീട് മുഖ്യമന്ത്രിയും മന്ത്രിയും എംപിയും ഒക്കെ ആകുന്ന പതിവ് തമിഴ്നാട്ടിൽ സർവ്വസാധാരണമാണ്. ദ്രാവിഡ രാഷ്ട്രീയവും തമിഴ് സിനിമാ ലോകവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് പറയേണ്ടി വരും. MGRയിലൂടെ കരുണാനിധിയിലും ജയലളിതയിലും എത്തിയ തമിഴ് സിനിമാ രാഷ്ട്രീയ സംസ്കാരം ഇപ്പോൾ സൂപ്പർ താരം വിജയിയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിൽ എത്തി നിൽക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടി സജ്ജമായി കഴിഞ്ഞു. മറ്റൊരു സൂപ്പർ താരം ഇപ്പോൾ രാജ്യസഭാ MP-യുടെ കുപ്പായം അണിയാൻ തയ്യാറായി കഴിഞ്ഞതായിട്ടാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. നടനും സംവിധായകനും തമിഴ്നാട്ടിലെ സൂപ്പർ താരവുമായ കമൽഹാസനാണ് രാജ്യസഭയിലേക്ക് ഭരണകക്ഷിയായ DMK-യുടെ കൈപിടിച്ച് പോകുന്നത്. DMK മുതിർന്ന നേതാവ് ശേഖർ ബാബു കമൽഹാസനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ടു. ജൂലൈയിൽ തമിഴ്നാട്ടിൽ ഒഴിവ് വരുന്ന 6 സീറ്റുകളിൽ ഒന്നിൽ കമൽഹാസൻ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. DMK മുന്നണിയുടെ ഭാഗമായ കമൽഹാസന് രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് നേരത്തെ DMK ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പാണ് പാലിക്കപ്പെടുന്നത്. MP-മാരായ N ചന്ദ്രശേഖരൻ, അൻപുമണി രാംദാസ്, M ഷൺമുഖം, വൈക്കോ, P വിൽസൺ, M മുഹമ്മദ് അബ്ദുള്ള എന്നിവരുടെ കാലാവധി ഈ വർഷം ജൂണിൽ അവസാനിക്കുന്നതും അത്രയും രാജ്യസഭാ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതുമാണ്. അതിലൊന്നിൽ കമൽഹാസനെ അവതരിപ്പിച്ച് രാജ്യസഭയിൽ എത്തിക്കാനുള്ള നീക്കമാണ് DMK നടത്തുന്നത്. ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് അകമഴിഞ്ഞ പിന്തുണ നൽകി നടൻ കമൽഹാസന്റെ മക്കൾ നീതിമയ്യം പോയ വർഷം തമിഴ്നാട്ടിലെ സെക്കുലർ പ്രോഗ്രസീവ് അലയൻസിൽ ഔദ്യോഗികമായി ചേർന്നിരുന്നു. DMK-യും NMM-ഉം തമ്മിലുള്ള ധാരണയുടെ ഭാഗമായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമൽഹാസൻ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും SP-ക്കായി വിപുലമായ പ്രചരണം നടത്തും എന്നായിരുന്നു നൽകിയ വാക്ക്. പകരം 6 അംഗങ്ങൾ വിരമിക്കുമ്പോൾ 2025 MNM-ന് രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന വാഗ്ദാനം തിരികെ ലഭിക്കുകയായിരുന്നു. 2018 ഒരു മാറ്റത്തിൻ്റെ ഏജന്റായി സ്വയം ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ അരങ്ങേറ്റം നടത്തിയ കമൽഹാസൻ കോൺഗ്രസിന്റെ പ്രേരണയിൽ DMK സഖ്യത്തിൽ ചേരാൻ തീരുമാനിക്കുകയായിരുന്നു. 2018 മുതൽ കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കാൻ കമൽഹാസൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. 2021 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ കമലിന് താൽപ്പര്യമുണ്ടായിരുന്നുവെങ്കിലും ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പിൻവാങ്ങുകയായിരുന്നു. നേരത്തെ കമൽഹാസൻ CPM-ൽ ചേരുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. കോയമ്പത്തൂർ ഉൾപ്പെടെ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ മക്കൾ നീതിമയ്യം തെരഞ്ഞെടുപ്പ് പ്രചരണം നേരത്തെ തുടങ്ങിയിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ജനവിധി തേടാൻ കമൽഹാസൻ ശ്രമിച്ചുവെങ്കിലും CPM വഴങ്ങിയില്ല. CPM-ന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അന്ന് കോയമ്പത്തൂർ. CPM-ൽ ചേർന്നാൽ കോയമ്പത്തൂരിൽ വലിയ ബലം പിടുത്തമില്ലാതെ കമൽഹാസന് സീറ്റ് ലഭിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് വിലയിരുത്തിയത്. എന്നാൽ ഒടുവിൽ കമൽഹാസൻ പിന്മാറി. എങ്കിലും MP സ്ഥാനം എന്ന മോഹം മനസ്സിൽ സൂക്ഷിച്ച കമൽഹാസൻ DMK ബാന്ധവത്തിലൂടെ ഇപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ്.